ഹായ്, എല്ലാവർക്കും കുടുംബശ്രീ ശാരദയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ക്യാഷിലിരുന്ന ശ്യാമ ഒരാൾക്ക് ബാക്കി കൊടുക്കാൻ നേരം രാജീവ് കൊടുത്ത നോട്ട് ശ്രദ്ധിക്കുകയാണ്. അതിൽ എഴുതിയിരിക്കുന്ന ശ്രദ്ധിച്ചിട്ട് അത് മാറ്റിവെച്ചിട്ട് ബാലൻസ് കൊടുക്കുകയാണ് ശ്യാമ. അതിനുശേഷം അകത്തേക്ക് നോക്കി വിളിക്കുകയാണ്, വല്യേച്ചി വല്യേച്ചി ഒന്നിങ്ങ് വന്നേ. അകത്തു നിന്നും വന്ന ശാരിക ചോദിക്കുകയാണ്, എന്താടി അവിടെ, പുലി ഇറങ്ങിയോ? ദേ, ആരോ തന്ന നോട്ടിൽ ഇത് എഴുതിയേക്കുന്നത് കണ്ടോ? ഇത് എഴുതിയ ആൾ ആരായാലും വിവരദോഷിയാണ്. നോട്ടിൽ ഇങ്ങനെയൊക്കെ എഴുതുന്നത് നിയമവിരുദ്ധമാണ്. അന്നേരം ആ നോട്ട് വാങ്ങിയിട്ട് ശാരിക രാജീവ് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുകയാണ്. അതെ അതെ, എന്തായാലും നീ ഇതങ്ങ് മാറ്റിവെച്ചേക്ക്, ഏതായാലും അതൊരു വിവരദോഷി തന്നെ. നോട്ട് തിരികെ വാങ്ങിയ ശേഷം ശ്യാമ പറയുകയാണ്, എന്തായാലും ഈ എഴുത്ത് വെറുതെ അല്ല. പിന്നീട് കാണിക്കുന്നത് ബസ് കാത്തു നിൽക്കുന്ന ശാലിനിയാണ്. ശാലിനി കരുതുകയാണ്, വണ്ടിയൊന്നും വരുന്നതും ഇല്ലല്ലോ, വിശന്നിട്ടാണെങ്കിൽ നിൽക്കാനും വയ്യ. വാശി പിടിച്ച് ഒന്ന് കഴിച്ചും ഇല്ല. തൊട്ടടുത്തുള്ള കരിക്ക് കട കണ്ട് ശാലിനി ചിന്തിക്കുകയാണ്, ഒരു കരിക്ക് കഴിച്ചാലോ? വാച്ചിൽ നോക്കിയ ശേഷം ശാലിനി പറയുകയാണ്, സമയമുണ്ട്, അപ്പോഴേക്കും ഓട്ടോ വരികയും ചെയ്യും. ചേട്ടാ, ഒരു കരിക്കെന്ന് പറഞ്ഞിട്ട് ശാലിനി വീണ്ടും ചോദിക്കുകയാണ്, ഈ വഴി ഓട്ടോ ഒന്നും വരാറില്ലേ ചേട്ടാ? വരാറുണ്ടല്ലോ, ഒന്ന് രണ്ടെണ്ണമേ ഞാൻ കണ്ടുള്ളൂ. കൈ കാണിച്ചിട്ട് നിർത്തിയതുമില്ല. അന്നേരം ആ കരിക്ക് കടക്കാരൻ പറയുകയാണ്, ഈ വഴിയാണെങ്കിൽ ഓട്ടോ കുറവാണ്. അത് കഴിഞ്ഞ് കരിക്ക് വാങ്ങി കുടിക്കുകയാണ് ശാലിനി. അതേസമയം അവിടേക്ക് ബുള്ളറ്റിൽ സ്പീഡിന് വരികയാണ് വിഷ്ണു. ശാലിനിയെ കണ്ട് വണ്ടി നിർത്തുകയാണ് വിഷ്ണു. എന്നിട്ട് ചോദിക്കുകയാണ്, ഹലോ, എന്താണ്? എന്നും രാവിലെ കരിക്കാണോ ഭക്ഷണം? ഏയ്, അതൊന്നുമല്ല, ഇവിടെ വന്ന് പോസ്റ്റായിട്ട് കുറച്ചു നേരമായി. ഒരു പരീക്ഷയ്ക്ക് പോവാൻ വേണ്ടി ഇറങ്ങിയതാണ്. കേട്ടെന്ന് ആശ്ചര്യപ്പെട്ട് കണ്ണിൽ നിന്നും ഗ്ലാസ് ഊരിയ ശേഷം വിഷ്ണു ചോദിക്കുകയാണ്, ഇയാൾ ഇപ്പോഴും കോളേജിൽ പഠിക്കുകയാണോ? ഏയ്, ഇത് വർഷാവസാനമുള്ള പരീക്ഷയൊന്നുമല്ല, സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാം. പിന്നീട് ഇംഗ്ലീഷിൽ IAS കുറിച്ച് സംസാരിക്കുകയാണ് വിഷ്ണുവിനോട്. പക്ഷെ ഒന്നും മനസ്സിലാവാതെ ചിരിച്ച് തലകുലുക്കുകയാണ് വിഷ്ണു. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ശേഷം വിഷ്ണു പറയുകയാണ്, കേട്ടിട്ടുണ്ട്, സത്യത്തിൽ ആ പരീക്ഷ എഴുതാനായിരുന്നു എനിക്കും ആഗ്രഹം. പിന്നെന്ത് പറ്റി? അത് കുഞ്ഞിലെ ആയിരുന്നു. കുഞ്ഞിലെയോ? അതെ, ഈ 2ലും 3ലുമൊക്കെ പഠിക്കുമ്പോഴേ. പിന്നെ ആ താല്പര്യമൊക്കെ അങ്ങ് പോയി. പിന്നെ അമ്മയെ സഹായിക്കാൻ തുടങ്ങി അല്ലേ എന്ന് ചോദിക്കുകയാണ് ശാലിനി. അത് കേട്ട് ഇയാള് കരിക്ക് കുടിക്കെന്ന് പറയുകയാണ് വിഷ്ണു. ഒരു 5-6 കൂടി വാങ്ങിക്കട്ടെ, ശരീരത്തിന് നല്ലതാണ്. അത് കേട്ട് ശാലിനി ചോദിക്കുകയാണ്, ഞാൻ എന്താ കച്ചവടം തുടങ്ങാൻ പോവുകയാണോ? നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചെന്നേ ഉള്ളൂ. എന്നാൽ പാഴ്സൽ എടുക്കാൻ പറയാം. അപ്പോൾ ശാലിനി ചോദിക്കുകയാണ്, എക്സാം സെന്ററിലേക്കോ? എന്നാ വേണ്ടല്ലേ? വേണ്ട എന്ന് പറയുകയാണ് ശാലിനി. ചേട്ടാ, എത്രയെന്ന് ശാലിനി ചോദിക്കുമ്പോൾ, അതെ, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് പേഴ്സ് എടുക്കുകയാണ് വിഷ്ണു. പെട്ടെന്ന് വിഷ്ണുവിനെ ശ്രദ്ധിക്കുകയാണ് ആ കരികിടക്കാരൻ. വിഷ്ണു കാശ് കൊടുക്കുമ്പോൾ അയാൾ പറയുകയാണ്, മോന്റെ കയ്യിൽ നിന്നും കാശ് വേണ്ട. അന്നേരം എന്താന്ന് ശാലിനി ചോദിക്കുമ്പോൾ, അത് സത്യാമ്മ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പറയരുതെന്ന് ആംഗ്യം കാണിക്കുകയാണ് വിഷ്ണു. അതെന്താ കാശ് വേണ്ടാത്തതെന്ന് വീണ്ടും ചോദിക്കുകയാണ് ശാലിനി. അന്നേരം അയാൾ പറയുകയാണ്, മോന്റെ അമ്മ പരിചയക്കാരിയാണ്. പരിചയം വേറെ, കച്ചവടം വേറെ. ചേട്ടാ, ചെയ്യുന്ന ജോലിക്ക് കൂലി വാങ്ങിച്ചേ പറ്റൂ. രാവിലെ എഴുന്നേറ്റ് ചേട്ടൻ മാനത്തേക്ക് നോക്കിയാൽ കരിക്ക് പൊട്ടി വീഴില്ലല്ലോ. ഇതുപോലെ ആഹാരം വിറ്റ് കുടുംബം കഴിയുന്നവരാണ് ഞങ്ങളുമൊക്കെ. അത്രയും പറഞ്ഞ് കാശ് കൊടുക്കുകയാണ് ശാലിനി. വിഷ്ണു പറയുകയാണ്, ഞാൻ കൊടുക്കാമായിരുന്നു. ബാലൻസ് വാങ്ങിയ ശേഷം ശാലിനി തനിയെ പറയുകയാണ്, ഇപ്പോഴെങ്കിലും ഒരു വണ്ടി കിട്ടിയില്ലെങ്കിൽ എക്സാമിന് കൃത്യസമയത്ത് എത്താൻ പാടായിരിക്കും. അത് കേട്ട് വിഷ്ണു ചോദിക്കുകയാണ്, അല്ല, ഒരു വണ്ടി മതി എന്നാണെങ്കിൽ ഇതിൽ പോകാം. ഇതിലൊന്ന് ശാലിനി ചോദിച്ചിട്ട് വീണ്ടും ചോദിക്കുകയാണ്, ഇയാൾക്കതൊരു ബുദ്ധിമുട്ടാകില്ലേ? എവിടെ വെച്ചാ പരീക്ഷ? ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുമ്പോൾ വിഷ്ണു മനസ്സിൽ കരുതുകയാണ്, ഇത്രയും വലിയ പരീക്ഷ സ്കൂളിൽ വെച്ചോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനും ആ വഴിക്ക് തന്നെയാണ്. ഇതിലിപ്പോ ഒരാളിരുന്നാലും 2 പേർ ഇരുന്നാലും പെട്രോൾ ചെലവൊക്കെ ഒരുപോലെ തന്നെയാണ്. എന്നാ പിന്നെ വണ്ടി എടുത്തോ, പോകാം എന്ന് പറഞ്ഞ് ശാലിനിയെ വിളിക്കുകയാണ് വിഷ്ണു. അതിനുശേഷം ശാലിനിയും കൂട്ടി ബുള്ളറ്റിൽ പോവുകയാണ് വിഷ്ണു. അത് കണ്ട് കരിക്ക് കിടക്കാനും പറയുകയാണ്, ഇതൊരു ശരിയായ പോക്കല്ലല്ലോ. സത്യാമ്മ അറിഞ്ഞാൽ എന്താവുമോ എന്തോ. വളരെയധികം സന്തോഷത്തോടു കൂടി ശാലിനിയും കൊണ്ട് ബുള്ളറ്റിൽ പതുക്കെ പോവുകയാണ് വിഷ്ണു. വിഷ്ണുവിന്റെ തോളിൽ പിടിച്ചിരിക്കുകയാണ് ശാലിനി. വിഷ്ണുവിന്റെ പതുക്കെയുള്ള പോക്ക് കണ്ട് ശാലിനി ചോദിക്കുകയാണ്, അതെ, ഇത്ര പതുക്കെയാണോ ബുള്ളറ്റ് ഓടിക്കുന്നത്? നല്ല പുള്ളിങ്ങും എഞ്ചിൻ പവറും ഒക്കെയുള്ള വണ്ടിയല്ലേ, അങ്ങോട്ട് പറത്തി വിടന്നേ. ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, നമുക്ക് ഇങ്ങനെയൊക്കെ ഓടിക്കാനേ അറിയാവുള്ളൂ. എനിക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് റോഡിൽ ഇറങ്ങുന്നത് തന്നെ പേടിയാണ്, പ്രത്യേകിച്ച് ഈ 2 ചക്രമുള്ള വണ്ടിയൊക്കെ. അത് കേട്ട് ശാലിനി പറയുകയാണ്, അത് കൊള്ളാം, ഇതിലും ഭംഗിയായിട്ട് ഞാൻ ഓടിക്കും. അത് കേട്ട് വിഷ്ണു പറയുകയാണ്, അതെനിക്കറിയാം. അതെങ്ങനെ അറിയാം? അല്ല, എന്ന് വെച്ചാലേ, ഈ വണ്ടിയുടെ എഞ്ചിൻ പവറിന്റെയും പുള്ളിങ്ങിന്റെയും ഒക്കെ കാര്യം പറഞ്ഞില്ലേ, സാധാരണ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും അറിയില്ല.
ഇന്നത്തെ പെണ്ണ് വേറെയാണ് മാഷെ, നിങ്ങൾ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. അല്ല അണ്ടറോ എന്ന് ചോദിക്കുകയാണ് വിഷ്ണു, തരം താഴ്ത്തി കാണരുതെന്ന്. ആ അത് ശരി, ഇയാളേതോ ഗുണ്ടയ്ക്കെതിരെ പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോയല്ലോ. എന്നിട്ട് അതെന്തായി? കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞു, ബാക്കി പോലീസുകാര് കൈകാര്യം ചെയ്തോളും. അല്ല പോലീസുകാർ അവനെ പിടിച്ച് ഇടിക്കുകയോ മറ്റോ ചെയ്യുമോ? പിന്നെ ഇടിക്കാതെ നല്ല ഇടി കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഞാൻ ആ SIയെ ശരിക്കൊന്ന് വരട്ടിയിട്ടുണ്ട്. നടപടി എടുത്തില്ലെങ്കിലേ മുകളിലേക്ക് കംപ്ലൈന്റ് പോകുമെന്ന് പറഞ്ഞു. അയാളുടെ തൊപ്പി തെറിപ്പിക്കും ഞാൻ. അല്ല കുട്ടിക്ക് പോലീസിന്റെ തലപ്പത്തൊക്കെ നല്ല പിടിപാടാണ് അല്ലേ? അതിനെ പിടിപാടൊന്നും വേണ്ട, അങ്ങനെയാണ് നിയമം. പോലീസ് നടപടി എടുത്തില്ലെങ്കിൽ അതിനു മുകളിൽ വേറെ സംവിധാനങ്ങൾ ഉണ്ട്. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി, മനുഷ്യാവകാശ കമ്മീഷൻ, കോടതി, അങ്ങനെ അങ്ങനെ അങ്ങനെ. അല്ല കുട്ടിക്ക് ഈ കാര്യത്തിലൊക്കെ വലിയ പിടിയാ അല്ലേ? വിഷ്ണുവിന്റെ ആ ചോദ്യം കേട്ട് ശാലിനി ചോദിക്കുകയാണ്, അല്ല ഇയാൾ എന്നെ കളിയാക്കുവാണ് അല്ലേ? അല്ല ഞാൻ കളിയാക്കിയതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞത് തന്നെയാണ്. ആ ചോദിക്ക്. അല്ല ഈ ഇടി കിട്ടിയ ഗുണ്ട സിനിമയിലൊക്കെ കാണുന്നത് പോലെ കുട്ടിയോട് പ്രതികാരം ചെയ്യാൻ വന്നാൽ എന്തു ചെയ്യും? അതോടെ അവന്റെ കാര്യത്തിലൊരു തീരുമാനമാകും. ഞാൻ അവന്റെ കൈയും കാലും വെട്ടും. അവൻ അറിയില്ല ശാലിനിയെ. ഇപ്പോഴെങ്ങാനും അവനെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ എന്ത് ചെയ്യുമെന്ന്. അത് കേട്ട് ചിരിച്ച് ഗ്ലാസ് എടുത്ത് വെച്ച ശേഷം വിഷ്ണു പറയുകയാണ്, ശരിയാണ്, ഇപ്പോൾ മുന്നിൽ വരാത്തത് അവന്റെ ഭാഗ്യം. സ്കൂളിലെത്തിയപ്പോൾ വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ശേഷം താങ്ക്സ് പറയുകയാണ് ശാലിനി. അല്ല ആരെയും കാണുന്നില്ലല്ലോ. ചുറ്റുമൊക്കെ നോക്കിയ ശേഷം ശാലിനി പറയുകയാണ്, അല്ല എക്സാം തുടങ്ങിയെന്ന് തോന്നുന്നു, ഞാൻ ചെല്ലട്ടെ എന്നും പറഞ്ഞ് ഓടിപ്പോവുകയാണ് ശാലിനി. അവിടെ നിന്നും വണ്ടി തിരിക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണുവിനെ പ്രീതി വിളിക്കുകയാണ്. ആ പറയടി എന്ന് വിഷ്ണു പറയുമ്പോൾ പ്രീതി പറയുകയാണ്, ഏട്ടാ ഏട്ടനെ അമ്മ വിളിച്ചായിരുന്നോ? അന്നേരം ഒന്ന് പരിഭ്രമിച്ച് വിഷ്ണു പറയണം, അയ്യോ ഞാൻ അതങ്ങ് മറന്നു. ഒരു നല്ല കാര്യം പറയാൻ വേണ്ടിയാണ് ഏട്ടാ വിളിച്ചത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം നടക്കാൻ പോവുകയാണ്. എന്താടി? അർജുനേട്ടന്റെ കാര്യത്തിൽ അമ്മ കോംപ്രമൈസിന് തയ്യാറാണെന്ന്. എന്റെ ഭാവിക്കും ജീവിതത്തിനും വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാമെന്ന്. അത് കേട്ട് സന്തോഷിക്കുകയാണ് വിഷ്ണുവും. സത്യമോ എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. സത്യമേട്ടാ. കോംപ്രമൈസിന് സംസാരിക്കാൻ അമ്മ ഇപ്പോ അർജുനേട്ടന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഏട്ടനെയും കൂട്ടി പോകണമെന്നായിരുന്നു അമ്മയ്ക്ക്. ഏട്ടൻ എത്താൻ വൈകിയപ്പോൾ അമ്മ തന്നെ ഇറങ്ങി. ഏട്ടനെ മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അയ്യോ കഷ്ടമായല്ലോടി. സാരമില്ല, അവിടേക്ക് ഏട്ടനും കൂടി ഒന്ന് ചെല്ലേട്ടാ, എന്റെ ഒരു വിശ്വാസത്തിന്. ഞാനിപ്പോൾ ചെല്ലാമെന്നും പറഞ്ഞ് ഫോൺ വെക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും വിഷ്ണു പറയുകയാണ്, വയ്ക്കല്ലേ വയ്ക്കല്ലേ. എന്താ ഏട്ടാ? അല്ല ഇത് കഴിയുമ്പോൾ നമ്മുടെ റൂട്ട് കൂടി ഒന്ന് ക്ലിയർ ആക്കി തരണേ. അമ്മയുടെ അടുത്ത് നീ പറയണം എന്റെയും ശാലിനിയുടെയും കേസ്. മനസ്സിലായോ? ഉറപ്പായിട്ടും ഏട്ടാ. പിന്നെ ഒടുക്കം പാലം കഴിയുമ്പോൾ കാല് മാറരുതേ. ഇല്ല ഏട്ടാ, എന്നാൽ വെച്ചോ. ഞാൻ ഇപ്പോ തന്നെ അർജുന്റെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. ശരിയെന്ന് പറഞ്ഞ് രണ്ടുപേരും ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലിന്റെ മുന്നിലുള്ള കോശിയുടെ വസ്തു അളവുകാരെ കൊണ്ട് അളപ്പിക്കുകയാണ് ബാലചന്ദ്രൻ. ശങ്കരേട്ടനൊക്കെ അതൊക്കെ കണ്ടുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അകത്തേക്ക് ചെന്ന ശങ്കരേട്ടൻ ചോദിക്കുകയാണ്, എന്താ ശാരദാമ്മ അവിടെ? കുടുംബശ്രീക്ക് പുതിയ പാഴ്സൽ ഗ്രൗണ്ട് തുടങ്ങാൻ പോവുകയാണോ? പാഴ്സൽ കൗണ്ടറോ എന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ. അതെ, അവിടെ എന്തോ സ്ഥലമളവൊക്കെ നടക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്. സ്ഥലം അളക്കുന്നോ? എവിടെയെന്നും പറഞ്ഞ് കൗണ്ടറിൽ നിന്നും എഴുന്നേൽക്കുകയാണ് ശാരദാമ്മ. അവിടെ ബസ് മുതലാളി പാപ്പച്ചന്റെ സ്ഥലത്ത്. ആ ബാലചന്ദ്രനാണ് അവിടെ അളപ്പിക്കുന്നത്. അയ്യോ ബാലചന്ദ്രനോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ശാരദാമ്മ. ഇതൊക്കെ ശാരിക ശ്രദ്ധിക്കുകയാണ്. ശാരദാമ്മ അവിടേക്ക് ചെന്ന് ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്, എന്താ അവിടെ? കേൾക്കാത്ത ഭാവത്തിൽ എന്താന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. വീണ്ടും ശാരദാമ്മ ചോദിക്കുകയാണ്, എന്താ ഇവിടെ നടക്കുന്നതെന്ന്. ആകാശത്തേക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, ഓ എന്താണോ എന്തോ, അത് വല്ല പ്ലെയിനോ പറ്റോ പോയതായിരിക്കും. ദേഷ്യപ്പെട്ട് ശാരദാമ്മ വീണ്ടും ചോദിക്കുകയാണ്, തമാശ വേണ്ട, എന്തിനാ ഈ സ്ഥലം അളക്കുന്നതെന്ന് പറയ്. ഒക്കെ ചോദിച്ചാൽ ഈ ഭൂഗോളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു വിസ്തീർണമൊക്കെ കണക്കാക്കാനാണ് ശാരദാമ്മേ. അതിനിടയിൽ ഈ കുഞ്ഞു സ്ഥലം കൂടി ഒന്ന് അളന്നേക്കാമെന്ന് വിചാരിച്ചു, അത്രയുള്ളൂ. ബാലചന്ദ്ര, നിന്റെ കളി എന്നോട് വേണ്ട. മര്യാദയ്ക്ക് പറയ്, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? അത് കേട്ട് കളിയാക്കിക്കൊണ്ട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, അല്ല ശാരദാമ്മേ, ഞാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്കിത് എന്തിന്റെ കേടാണ്? കുടുംബശ്രീയുടെ സ്ഥലം അളക്കാൻ വന്നോ ഞാൻ? ഇല്ലല്ലോ. പിന്നെന്താ നിങ്ങൾക്കിപ്പോൾ പ്രശ്നമുണ്ട്. ആ ഇരിക്കുന്നത് എന്റെ വീടും കച്ചവട സ്ഥാപനവുമാണ്. തൊട്ടു മുന്നിൽ കിടക്കുന്നത് പാപ്പച്ചായന്റെ സ്ഥലം. അങ്ങേരുടെ വീട്ടിലെ ആരും ഇല്ലാതെയോ ഈ സ്ഥലത്ത് ഇതിവിടെ എന്താണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അത് ചോദിക്കാൻ അയൽക്കാരിക്ക് എന്ത് അവകാശമെന്നാണ് തിരിച്ച് ഞാൻ ചോദിക്കുന്നത്. ബാലചന്ദ്രൻ പറയുകയാണ്, അതെ, ഒന്നുകിൽ പാപ്പച്ചായൻ നേരിട്ട് വരണം, അല്ലെങ്കിൽ മകൻ കോശി, അതുമല്ലെങ്കിൽ പോലീസ് വരട്ടെ. അവരോടൊക്കെ ഉത്തരം പറഞ്ഞോളാം ഞാൻ.
അല്ലാതെ ഈ സ്ഥലത്തിന്റെ കെയർ ടേക്കറായിട്ട് നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടൊന്നും ഇല്ലല്ലോ. നിങ്ങൾ പോയി തൽക്കാലം കടയിലുള്ളവർക്ക് 2 ചായ അടിച്ചു കൊടുക്കാൻ നോക്ക്. അറിയാം നാളെ ഇതുപോലുള്ള ആൾക്കാരൊക്കെ തന്നെ കടയിൽ വരുമോ എന്നുള്ളത്. ശങ്കരേട്ടനൊക്കെ പറയുകയാണ്, വാ ശാരദാമ്മേ, ഇവരോടൊന്നും സംസാരിക്കാൻ കൊള്ളില്ല. എന്താന്ന് വെച്ചാൽ നാളെ നമുക്ക് നോക്കാമല്ലോ. ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, എന്നാലേ ഇയാൾക്ക് സംസാരിക്കാനായിട്ട് നാളെ ഞാൻ സോപ്പ് പതച്ച് കുളിച്ചിട്ട് വരാം. പോടോ എന്ന് അവരോട് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് അളക്കാൻ പറയുകയാണ് അളവുകാരോട്. തിരിച്ചു ചെന്ന ശാരദാമ്മയോട് ശാരിക ചോദിക്കുകയാണ്, എന്താ അമ്മ അവിടെ? പാപ്പച്ചായന്റെ സ്ഥലം ബാലചന്ദ്രൻ നിന്ന് അളപ്പിക്കുന്നു. അത് നമുക്കെന്താ അമ്മേ, അത് വല്ലവരുടെയും സ്ഥലമല്ലേ? അങ്ങനെ അല്ല മോളെ, ചെയ്യിക്കുന്നത് ബാലചന്ദ്രനാണ്. അതും നമ്മുടെ കുടുംബശ്രീക്ക് മുൻപിൽ. നമുക്കെതിരെ പുതിയ ഏതോ ആയുധത്തിന് മൂർച്ച കൂട്ടുകയാണ് ആ രാജേശ്വരി. എനിക്ക് എവിടെയോ ഒരു അത്യാപത്ത് മണക്കുന്നത് പോലെ. പിന്നീട് കാണിക്കുന്നത് അർജുന്റെ വീടാണ്. അവിടെ അർജുൻ കുളിച്ച ശേഷം മൊബൈൽ എടുക്കാനായി വരുമ്പോൾ വസുമതി താഴെ നിന്നും വിളിക്കുകയാണ്, മോനെ അർജുൻ, നീ താഴേക്ക് വന്നേ, നിന്നെ കാണാൻ ചിലര് വന്നിട്ടുണ്ട് ഇവിടെ. നിന്നെ കാണാനോ? അതിന് അവരെ എനിക്ക് പരിചയമില്ലല്ലോ എന്ന് കരുതുകയാണ് അർജുൻ. അർജുൻ താഴെ ഇറങ്ങി വരുമ്പോഴേക്കും ചിത്ര എല്ലാവർക്കും ചായ കൊടുക്കുകയാണ്. വസുമതിയുടെ അടുത്ത് ചെന്ന് എന്താ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ വസുമതി പറയുകയാണ്, കണ്ടാൽ അറിഞ്ഞുകൂടെ, ഇവര് ചിത്രയെ പെണ്ണ് കാണാൻ വന്നവരാണ്. എന്നിട്ട് ഞാൻ അറിയാതെയാണോ ഇതൊക്കെ നടക്കുന്നത്? അതിന് നിനക്കെവിടെന്നാ സമയം ആ പ്രീതിയുടെ പിന്നാലെ നടക്കാനല്ലാതെ? വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കില്ലല്ലോ. കഴിയുമെങ്കിൽ എന്റെ പൊന്നുമോനൊരു സഹായം ചെയ്യണം. ഇവരുടെ കൂടെ അല്പനേരം ഇവിടെ ഒന്ന് ഇരുന്നു കൊടുക്കണം. ആണുങ്ങളായിട്ട് ഇവിടെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നീട് അർജുനെ പരിചയപ്പെടുത്തുകയാണ് വസുമതി. ഇവനാണ് അർജുൻ, ചിത്രയുടെ ചേട്ടനാണ്, വക്കീലാണ്. അർജുൻ ഇരിക്കുമ്പോൾ അതിലൊരാൾ പറയുകയാണ്, കാര്യങ്ങൾ തുറന്നങ്ങ് പറയാം, ഇവന് കുട്ടിയെ ബോധിച്ചു, ഇനി ജാതകങ്ങൾ നോക്കിയാൽ മതി. സന്തോഷം, അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം എന്ന് പറയുകയാണ് വസുമതി. അന്നേരം പയ്യന്റെ അമ്മ പറയുകയാണ്, പെൺകുട്ടിയെ മാത്രമല്ല ആൺകുട്ടിയെയും ഞങ്ങൾക്ക് ഇഷ്ടമായി. എന്താ അങ്ങനെയല്ലേന്ന് ചോദിക്കുകയാണ് പയ്യന്റെ അച്ഛനോട്. അതെ, ഇനി അർജുൻ വക്കീലിന് അങ്ങോട്ട് വരാൻ കൂടി ഒരു ദിവസം നിശ്ചയിക്കണം. അത് കേട്ടൊന്ന് സംശയിച്ച് അർജുൻ പറയുകയാണ്, അയ്യോ, എന്റെ ഒഴിവ് നോക്കിയിരുന്നാൽ വൈകും. അമ്മയും മറ്റു ബന്ധുക്കളും കൂടി ഏറ്റവും അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് വരും. സമയം ഒക്കുവാണെങ്കിൽ ഞാനും അങ്ങോട്ട് വരാൻ ശ്രമിക്കാം. ശ്രമിച്ചാൽ പോരാ, വക്കീല് വരണം. അപ്പോഴല്ലേ പെണ്ണിനെ നേരിട്ട് കാണാൻ പറ്റൂ. അത് കേട്ട് വസുമതി ഒന്ന് നോക്കുകയാണ് അർജുൻ. വീണ്ടും അയാൾ പറയുകയാണ്, അതിന് അമ്മയും ബന്ധുക്കളും മാത്രം പോരല്ലോ, പെണ്ണിനെ കാണാനോ എന്ന് ചോദിക്കുകയാണ് അർജുൻ. അന്നേരം പയ്യന്റെ അമ്മ പറയുകയാണ്, അതെ, ചിത്രയെ രഘു കല്യാണം കഴിക്കുമ്പോൾ ഇവന്റെ പെങ്ങൾ മീരയെ അർജുൻ കല്യാണം കഴിക്കണം. അതായിരുന്നു ധാരണ. അത് കേട്ടൊന്ന് അമ്പരപ്പെടുകയാണ് അർജുൻ. ഒരു മാറ്റ കല്യാണത്തിന് ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്ന് വസുമതിയോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. അത് കേട്ട് അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ് അർജുൻ. പക്ഷേ ഞാനിതൊന്നും അറിഞ്ഞ കാര്യമല്ല. അതേസമയം സത്യഭാമയുടെ വണ്ടി അർജുന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. വസുമതി പറയുകയാണ്, ഇതിനിപ്പോ പ്രത്യേകിച്ച് ഇവിടെ കൊട്ടിഘോഷിച്ചറിയിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അതേസമയം വാതിൽക്കൽ എത്തുകയാണ് സത്യഭാമ. വസുമതി പറയുകയാണ്, ഇവരിവിടെ വന്നത് നിന്നെ കൂടി കാണാൻ വേണ്ടിയാണ്. അർജുന്റെ മുൻ വിവാഹത്തെ കുറിച്ചൊക്കെ എനിക്കറിയാം. അതിപ്പോ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്താൽ ഉടൻ പരിഹാരം ഉണ്ടാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അങ്ങനെ പയ്യന്റെ അച്ഛൻ പറയുമ്പോൾ വസുമതി പറയുകയാണ്, അതെ, അതൊക്കെ ഇവന് ഈസിയാണെന്നേ. ഇതൊക്കെ കേട്ട് ശ്രദ്ധിച്ചു നിൽക്കുകയാണ് സത്യഭാമ. ഇന്നിപ്പോ നിങ്ങൾ വന്ന് ഇവനെ കണ്ടു, ഇനിയിപ്പോ ഇവനെയും കൊണ്ട് അടുത്ത ഞായറാഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് ഡേറ്റ് തീരുമാനിക്കാം. വസുമതിയുടെ പറച്ചിൽ കേട്ട് വാതിൽക്കൽ നിന്ന സത്യഭാമ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഡേറ്റ് ഞാൻ തന്നെ തീരുമാനിച്ചു പറഞ്ഞാലോ? സത്യഭാമയെ കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് വസുമതി. അകത്തേക്ക് കയറി വന്ന സത്യഭാമ അർജുൻ ഇരുന്ന സീറ്റിലേക്ക് ഇരിക്കുകയാണ്. നിങ്ങൾ ആരാന്ന് പയ്യന്റെ അമ്മ ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, ഞാൻ സത്യഭാമ. നാട്ടുകാരിട്ടിരിക്കുന്ന വിളിപ്പേര് ബ്ലേഡ് സത്യഭാമ എന്നാണ്. പലിശയ്ക്ക് പണം കടം കൊടുക്കലാണ് എന്റെ പണി. ഫിനാൻസ്, പലിശ പിരിച്ചെടുക്കാൻ ചെറിയ ഗുണ്ടായുസം കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ. അതേസമയം വിഷ്ണുവും അവിടേക്ക് എത്തുകയാണ്. സത്യഭാമ പറയുകയാണ്, എങ്കിലും ഒരു മര്യാദയുടെ പേരിൽ ഞാൻ പറയുവാണ്, മേലിൽ ഇവനുള്ള വിവാഹ ആലോചനയുമായി ഈ പടി നിങ്ങൾ കയറിയാൽ അന്ന് ഞാൻ വെട്ടും നിങ്ങൾ ഓരോരുത്തരുടെയും കാലുകൾ. അപ്പോഴേക്കും വാതിൽക്കലേക്ക് വിഷ്ണുവും എത്തുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.